വയനാട് റെയിൽവേ സ്റ്റേഷനാണ് 2-3 ട്രെയിൻ പോയിട്ട് ഇപ്പോൾ തുറന്നേ ഉള്ളൂ. ഏകദേശം 25 മിനിറ്റോളമാണ് ഇവിടെ ഈ ഗേറ്റിൽ ഈ വാഹനങ്ങളെല്ലാം കുടുങ്ങി കിടക്കണ്ടല്ലോ. ഇപ്പോൾ ആളുകൾക്ക് പോകാൻ വയ്യാത്ത രീതിയിൽ തുഴഞ്ഞ് പോകുന്നൊരവസ്ഥയാണ് പ്രേക്ഷകർ. 2-3 ട്രെയിനൊക്കെ പോയിട്ടൊക്കെ തുറക്കുക എന്ന് പറഞ്ഞാൽ അത് വയനാട് പോലെയുള്ള മെയിൻ സെൻറ്റർ പണയമുക്ക് റെയിൽവേ ഗേറ്റ് കണ്ടല്ലോ. ട്രിപ്പ് അടിക്കുന്ന സ്വകാര്യ ബസ്സുകളുടെ കണ്ടല്ലോ, ഈ ട്രിപ്പൊക്കെ മുടങ്ങി പോയി തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. കുട്ടിത്തൊക്കെ പോയി തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു ഈ സ്വകാര്യ ബസ്. എത്രയോ സമയം, ഏകദേശം 20-25 മിനിറ്റൊക്കെയാണ് ഈ വയനാട് റെയിൽവേ ഗേറ്റിൽ സമയം. കണ്ടല്ലോ, അത്ര സമയമാണ് പോയത്. ഒരുപാട് പേര് ഇതാണ് ഈ ക്ഷമ എന്ന് പറയുന്നത്. ഗേറ്റ് അടച്ചാൽ പിന്നെ പോകാൻ പറ്റത്തില്ലോ. അതൊരു ക്ഷമ തന്നെ, ക്ഷമാശീലമാണ് ഇപ്പോൾ മലയാളികൾക്കുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ. ഏത് കാലത്ത് ഈ റെയിൽവേ മേൽപ്പാലം വരുമെന്നൊന്നും നമുക്ക് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. കാരണം ഇരവിപുരം പോലും ഇതുവരെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടില്ല. ഇരവിപുരത്തെ ആ റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്താൽ തന്നെ ഈ ഭാഗത്തുള്ള തിരക്ക് കുറയും. ഇവിടെ മാത്രമല്ല, കൂട്ടിക്കട പുത്തൻചന്ത മാടനടയൊക്കെ തിരക്ക് കുറയും. പക്ഷേ അത് എന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് അറിയാൻ കഴിയില്ല. നവംബറിൽ ഉദ്ഘാടനം ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കഴിഞ്ഞില്ല. ശക്തമായ മഴയാണ് ഇതിനിടയ്ക്ക് പെയ്തത്. മാത്രമല്ല, അതിൻ്റെ റെയിൽവേ മേൽപ്പാലത്തിനോട് ചേർന്നുള്ള കൈവരികളുടെ പണിയൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ സർവീസ് റോഡുകൾ തൊട്ടിട്ടില്ല, ഒരു പണിയും തീർന്നിട്ടില്ല. പക്ഷേ ടാറിങ് തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇലക്ഷനൊക്കെ വരില്ലേ. കാരണം അത്രയധികം ബുദ്ധിമുട്ടാണ് ഈ ഇരവിപുരത്തുകാർ അനുഭവിക്കുന്നത്. അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വയനാട്ടുകാർ. കണ്ടല്ലോ, ഈ ഗേറ്റ് തുറന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ വയനാട് ഗേറ്റ് അടച്ചപ്പോൾ ഏതാണ്ട് ഗവൺമെൻറ് ആശുപത്രി വരെയാണ് നീണ്ട നിരയായിരുന്നു വാഹനങ്ങളുടെ. എന്താ വെച്ചാൽ 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ, ഓട്ടോറിക്ഷ, കാറ്, അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ്. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ കുരുക്കാണ്. 2 ഭാഗത്ത് വാഹനം വരുമ്പോൾ പൊതുവെ ഇത് തീർന്നില്ല. ഇപ്പോൾ അടുത്ത അടപ്പിന് വേണ്ടിയുള്ള സിഗ്നല്, ആ നിലവിളി ശബ്ദം കേൾക്കാം. ഇതാണ് വയനാട് റെയിൽവേ ഗേറ്റിലെ അവസ്ഥ. ഒന്ന് തുറന്ന് വാഹനങ്ങൾ പോയി തീരും മുമ്പ് തന്നെ അടുത്ത സിഗ്നലിൽ വന്ന് അടയ്ക്കാൻ വേണ്ടി. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ട്രെയിൻ വരുമ്പോൾ അടച്ചല്ലേ പറ്റൂ. ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയാനായിട്ട് ഓട്ടോറിക്ഷ തൊഴിലാളി, അവർക്കൊന്നും ഈ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊന്നും പോകാനില്ല. അവരുടെ ജോലിയെ തടസ്സമാണ്. അതുപോലെ സ്വകാര്യ ബസ്സുകളുടെ ട്രിപ്പ് പൊട്ടുന്നു. സാധാരണക്കാർക്ക് സമയത്തിന് വീട്ടിൽ ചെല്ലാൻ വയ്യ. അങ്ങനെ നിരവധി പ്രശ്നമാണ് വയനാട് റെയിൽവേ ഗേറ്റിൽ. ഇരവിപുരം റെയിൽവേ മേൽപ്പാലം എത്രയും പെട്ടെന്ന് തുറന്നു കിട്ടിയിരുന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം വർഷം 3-4 ഇന്ന് തുറക്കും നാളെ തുറക്കുമെന്ന് പറയുന്നു. പക്ഷേ എന്ന് തുറക്കുമെന്ന് അറിയാൻ ഇപ്പോഴും വ്യക്തമായൊരു ധാരണയില്ല. പക്ഷേ നവംബറിൽ തുറക്കുമെന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ തുറന്നിരുന്നെങ്കിൽ ഈ റെയിൽവേ ഗേറ്റുകളിലെ ഈ തിരക്ക്, ഈ വയനാടായാലും കൂട്ടിക്കടയായാലും പുത്തൻചന്തയായാലും മാടനടയായാലും എല്ലാം ഗേറ്റിലെ തിരക്കിന് ഒരു തിരക്ക് കുറയും. ഇരവിപുരം റെയിൽവേ ഗേറ്റ് തുറന്ന് കൊടുത്താൽ, റെയിൽവേ മേൽപ്പാലം തുറന്നു കൊടുത്താൽ. അത് നവംബറിൽ തുറക്കുമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം പറയുന്നു ആൾക്കാർ. എപ്പോൾ തുറക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. പക്ഷേ കണ്ടാൽ ഈ നിലവിളി ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക. അടുത്ത ട്രെയിൻ വരാറായി. അവർ നിർബന്ധിച്ച് എല്ലാവരും പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട് റെയിൽവേ ഗേറ്റ് കീപ്പർ. പക്ഷേ പറഞ്ഞില്ലേ, ആശുപത്രി മുക്ക് വരെ കിടക്കുകയായിരുന്നു ഇവിടെ വാഹനങ്ങൾ. അതുപോലെ തന്നെ SBI അപ്പുറത്തായിരുന്നു ആ ഭാഗത്തുള്ള വാഹനങ്ങൾ കിടന്നിരുന്നത്. ഇതെല്ലാം പോവാതെ എങ്ങനെയാണ് അവർ കടക്കാൻ കഴിയുക? എന്തായാലും വലിയ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് വയനാടും റെയിൽവേ മേൽപ്പാലം വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഈ ദുരിതം നമ്മൾ ഇനിയും ദുരിത കാഴ്ചകളും സങ്കടങ്ങളൊക്കെ നമ്മൾ കണ്ടല്ലോ. വാഹനങ്ങൾ ഇതുവരെയും പോയി തീർന്നില്ല. ഏതാണ്ട് 2 മിനിറ്റ് കൂടുതലായി അവിടെ അലാറം നിലവിളി ശബ്ദം കേൾക്കാൻ തുടങ്ങിയിട്ട്. അതിൻ്റെ ശബ്ദമാണ് പ്രേക്ഷകരെ കാണുന്നത്. ഇതുവരെയും തീർന്നില്ല. ഏതാണ്ട് തീർന്നു തുടങ്ങി. ഇപ്പോൾ ഒരു അടയ്ക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഗേറ്റ് പയ്യെ താഴ്ത്തുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ വീണ്ടും കണ്ടല്ലോ താഴ്ത്തിക്കൊണ്ടിരിക്കുക. സമ്മതിക്കുന്നില്ല. കാരണം അവർക്ക് യാത്രക്കാർക്ക് എത്രയോ സമയം ഇവിടെ കാത്തുകെട്ടി കിടന്നാണല്ലോ. അതുകൊണ്ടായിരിക്കും അവർ ഞങ്ങളൊക്കെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. എന്തായാലും ട്രെയിൻ വരേണ്ട സമയമായി. ഗേറ്റ് അടച്ചേ പറ്റൂ. ഗേറ്റ് അവർ മാക്സിമം താഴ്ക്കുന്നുണ്ട്. പക്ഷേ വാഹനങ്ങൾ തീരുന്നില്ല. ഏതാണ്ട് വാഹനങ്ങൾക്ക് ഒരുവിധം
അവസാനമായിട്ടുണ്ട്. ആ ഗേറ്റ് അടയ്ക്കുന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത്.